ഈ ആരാധനയുടെ നിമിഷങ്ങളിൽ നിങ്ങൾക്ക് എത്ര അധികം ദാഹിക്കാൻ പറ്റുമോ അത്ര അധികമായി നിങ്ങൾ ദാഹിക്കണം. യേശുവേ, എൻ്റെ ജീവനേക്കാൾ അധികമായി നിന്നെ സ്നേഹിപ്പാൻ തക്ക വിധമായ ഒരു ബന്ധത്തിലേക്ക് നീ എന്നെ കൊണ്ടുവരണമേ. സൗഖ്യദായകനായീശോ എഴുന്നള്ളുന്നു. ആത്മസൗഖ്യം നൽകി നാഥൻ അണയുന്നിതാ. തിരുമുറിവിൽ നിന്നൊഴുകും ചുടുചോരയിൽ പാപദംശനമേറ്റോരെ സുഖമാക്കുവാൻ. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. സുരലോകം വിട്ടിറങ്ങിയ ദൈവസൂനോ തിരുവോസ്തിരൂപനായി എഴുന്നള്ളുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവിൻ്റെ തിരുസാന്നിധ്യത്തിൻ്റെ മുമ്പിൽ നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ഇതാ നമ്മുടെ ദൈവം ഈ പരിശുദ്ധ കുർബാനയിൽ അപ്പത്തിൻ്റെ രൂപത്തിൽ നമ്മുടെ മധ്യയെ സന്നിഹിതനായിരിക്കുകയാണ്. തിരുവചനത്തിലൂടെ നമ്മൾ കേട്ടു, അവിടുന്ന് നമ്മുടെ ജീവിതത്തിൽ ഒരു പുതിയ കാര്യം ചെയ്യാൻ പോവുകയാണ്. അവൻ നമ്മെ പണിതുയർത്താനായിട്ട് പോവുകയാണ്. അവൻ നമ്മുടെ ജീവിതങ്ങളെ അഭിഷേകം ചെയ്ത് ഉയർത്താനായിട്ട് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി നമ്മൾ കർത്താവിനെ ഒരുമിച്ച് ഒറ്റ മനസ്സോടെ അവിടുത്തെ ആത്മാവിൽ ആരാധിക്കുമ്പോൾ നമ്മുടെ ജീവിതങ്ങളെ പണിതുയർത്തുവാൻ ആ ദൈവസാന്നിധ്യം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളങ്ങളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. നമ്മുടെ ജീവിതങ്ങളെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതങ്ങളെ മാറ്റുവാനായി, നമ്മുടെ ജീവിതങ്ങളെ അഭിവൃദ്ധിയിലേക്ക് നയിക്കുവാനായി ദൈവം നമ്മുടെ ഓരോരുത്തരുടെയും ഉള്ളിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ ഒന്ന് നീട്ടിപ്പിടിച്ച് നിങ്ങൾക്ക് എത്ര അധികം ദാഹിക്കാൻ പറ്റുമോ അത്ര അധികമായി യേശുവേ
നീ എൻ്റെ ഉള്ളിലേക്കൊന്ന് കടന്നു വരണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഒന്ന് വിളിക്കാമോ? എൻ്റെ യേശുവേ, നീ എൻ്റെ ഉള്ളിലേക്ക് യേശുവേ, നീ ഇന്ന് രാത്രി ഒന്ന് കടന്നു വരണം. നിന്റെ സാന്നിധ്യം കൊണ്ട് എന്നെ ഒന്ന് നിറയ്ക്കണം. ഈശോയെ, ഇന്ന് രാത്രിയിൽ ഞാൻ വേറൊന്നുമല്ല, എനിക്ക് നിന്നെയാണ് വേണ്ടത്. എൻ്റെ ഈശോയെ, എനിക്ക് നിന്നെയാണ് വേണ്ടത്. നീ തരുന്ന അനുഗ്രഹങ്ങളെക്കാളും അപ്പുറത്ത് അനുഗ്രഹം തരുന്ന നിന്നെ എനിക്ക് വേണം. ഇന്ന് രാത്രി യേശുവേ, ഞാൻ ഇവിടെ നിന്ന് മടങ്ങുമ്പോൾ നിന്റെ സാന്നിധ്യത്തിൽ നിന്റെ കൂടെ മടങ്ങിപ്പോകുവാൻ തക്കവിധം നീ എൻ്റെ കൂടെ ഇരിക്കുന്നത് തിരിച്ചറിയുവാൻ, നീ എൻ്റെ ഉള്ളിൽ വ്യാപരിക്കുന്നത് അനുഭവിക്കുവാൻ യേശുവേ, നിന്നെ എനിക്ക് വെളിപ്പെടുത്തി തരണമേ. നിന്റെ സാന്നിധ്യം എനിക്ക് വെളിപ്പെടുത്തി തരണമേ. രണ്ട് കരങ്ങളും ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച് യേശുവേ, നിന്റെ സാന്നിധ്യം എൻ്റെ മേൽ പകരണമേ എന്ന് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്നുകൊണ്ടൊന്ന് വിളിക്കാം. യേശുവേ എന്നൊന്ന് വിളിക്കാമോ? യേശുവേ, യേശുവേ. ഓ, ഞങ്ങൾ ഓരോരുത്തരുടെയും ഉള്ളങ്ങളിലേക്ക് ജീവനുള്ള ദൈവമേ, ജീവിക്കുന്ന സാന്നിധ്യമേ, ഞങ്ങളുടെ ഉള്ളങ്ങളിലേക്ക് നീ കടന്നു വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ പോകുക. ദൈവമക്കളെ, ഒരിക്കലും അവസാനിക്കാത്ത, ഒരിക്കലും നിന്നെ മാറ്റി നിർത്താത്ത ഒരു ബന്ധത്തിലേക്ക് നമ്മൾ ഇന്ന് രാത്രി പ്രവേശിക്കാൻ പോവുകയാണ്. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും, ആരെല്ലാം നിന്നെ മാറ്റി നിർത്തിയാലും, ആരെല്ലാം നിന്നെ ഉപേക്ഷിച്ചു കളഞ്ഞാലും, ഒരിക്കലും 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 നിന്നെ മാറ്റി നിർത്താതെ, ഒരിക്കലും നിന്നെ തള്ളി പറയാതെ നിന്നോട് ചേർന്ന് നിൽപ്പാൻ ഓ യേശു ഇന്ന് നിന്റെ ഉള്ളിലേക്ക് വരാൻ പോവുക. യേശു നിന്റെ ഉള്ളിലേക്ക് വരാൻ പോവുക. അന്ന് ആ സിക്കമോർ മരത്തിന്റെ ചുവട്ടിൽ വന്ന് നിന്ന്, ശക്കായി, എനിക്കിന്ന് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടി ഇരിക്കുന്നു എന്ന് പറഞ്ഞ അതേ യേശു തമ്പുരാൻ ഇന്ന് നിന്റെ അടുക്കൽ വന്ന് നിന്നിട്ട് വിളിക്കുക, എൻ്റെ പൊന്നുമോനെ, എൻ്റെ പൊന്നുമോളെ, എനിക്ക് ഇന്ന് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. ഇന്ന് എനിക്ക് നിന്റെ ഉള്ളിലേക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു. എത്ര പേര് ശക്കേബൂസിനെ പോലെ തിടുക്കത്തിൽ ഒന്ന് ചാടി ഇറങ്ങി, യേശുവേ, ഓ നീ എൻ്റെ ഉള്ളിലേക്ക് വന്നാലും, നീ എൻ്റെ ഭവനത്തിലേക്ക് വന്നാലും. എത്ര പേര് വിളിച്ചു പറയും, യേശുവേ, നീ എൻ്റെ ഉള്ളിലേക്ക് വന്നാലും. സോറി, ഓ ഒന്നിച്ച് ചേർന്ന്, ഒരുമിച്ച് ചേർന്ന് യേശുവേ നിന്ന് വിളിച്ചേ, യേശുവേ നിന്ന് വിളിച്ചേ. ആ സാന്നിധ്യം നമ്മുടെ മേൽ പകരപ്പെടാൻ പോവുക. ഓ ഗ്ലോറി, 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 ഗ്ലോറി. ഓ ജീവനുള്ള ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുകയാണ്. ഗ്ലോറി, 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 ഗ്ലോറി. ഓ ജീസസ്. പ്രിയപ്പെട്ടവരെ, യേശു സക്കേവൂസിന്റെ വീട്ടിലേക്ക് വന്നപ്പോ അവന്റെ ജീവിതം അടിമുടി മാറിപ്പോയി. അവന്റെ ജീവിതത്തിന്റെ ദർശനം മാറി, അവന്റെ കാഴ്ചപ്പാടുകൾ മാറി. അവൻ മാറ്റിയതല്ല, അവൻ സ്വയം മാറിയതല്ല, അവന്റെ ജീവിതത്തെ യേശു മാറ്റിയതാ. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ ജീവിതത്തിന്റെ കാഴ്ചപ്പാട് എങ്ങനെയും 10 പൈസ ഉണ്ടാക്കണം, ഈ ലോകത്തിൽ അടിച്ചു പൊളിച്ച് ജീവിക്കണം എന്നുള്ളതായിരുന്നു അവന്റെ കാഴ്ചപ്പാട്. എന്നാൽ യേശു അവന്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അവന്റെ ദർശനം മാറി, ജീവിതത്തോടുള്ള അവന്റെ സമീപനം മാറി. അവന് മനസ്സിലായി, പണമല്ല വലുത്, പണമല്ല വലുത്, അതിനേക്കാൾ വലിയ ചിലതൊന്നുണ്ട്, അതിനേക്കാൾ വലുത് വേറെ ചിലതുണ്ട്. സകല നന്മകളും സകല അനുഗ്രഹങ്ങളും തരുന്ന ദൈവമാണ് എനിക്ക് വലുത്. അവനാണ് വലുത്, അവനാണ് വലുത്. അവൻ തരുന്നതല്ല, അവൻ തരുന്നതല്ല, അവനാണ് വലുത്, അവനാണ് വലുത്. അവൻ നിന്റെ ജീവിതത്തിൽ ഒരു മൂലക്കല്ലായി മാറട്ടെ, അവൻ നിന്റെ ജീവിതത്തിൽ ഒരു മൂലക്കല്ലായി മാറട്ടെ. അതൊരു ബന്ധമായി വളരാൻ പോവുക, അതൊരു ബന്ധമായി വളരാൻ പോവുക. പ്രിയപ്പെട്ടവരെ, ആരുടെയൊക്കെ ജീവിതത്തിലേക്ക് യേശു കടന്നു വന്നു, അവരൊക്കെ അവരുടെ ജീവിതം മുഴുവൻ യേശുവിന്റെ കാൽപാദത്തെങ്കിൽ അർപ്പിച്ച്
മരണം വരെ, നിത്യത വരെ അവർ യേശുവിനോടുള്ള ബന്ധത്തിൽ ചേർന്ന് നടന്നു. മഹാപാപത്തിന്റെ അടിമത്തത്തിൽ കിടന്നിരുന്ന മഗ്ദലനക്കാരി മറിയം യേശുവിനോടുള്ള ബന്ധത്തിലേക്ക് വന്നപ്പോ യേശുവിനെ സ്നേഹിച്ച് 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 കൊതി തീരാത്ത വിധത്തിൽ അവന്റെ ക്രൂശിന്റെ ചുവട്ടിൽ ചെന്ന് നിൽക്കുവാൻ തക്ക വിധം, അതും കഴിഞ്ഞ് അടുത്ത ദിവസം പട്ടാളക്കാർ കാവൽ നിൽക്കുന്ന കല്ലറയടുത്തേക്ക് നേരം വിളിക്കുന്നതിന് മുമ്പ് ഓടിച്ചെല്ലുവാൻ തക്ക വിധം അവളുടെ ജീവിതം രൂപാന്തരപ്പെട്ടു. അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് ഇന്ന് രാത്രി നമ്മളെ എന്റെ കർത്താവ് കടന്ന് കൂട്ടിക്കൊണ്ടുവരാൻ പോകുക. നമ്മുടെ ജീവനേക്കാൾ അധികമായി എത്ര പേർക്ക് പറയാൻ പറ്റണം? എത്ര പേർക്ക് പറയാൻ പറ്റും? എൻ്റെ ജീവനേക്കാൾ അധികമായി യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കും. അതിനായി ആ ബന്ധത്തിലേക്ക് നീ എന്നെ കൊണ്ടുവരണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? അവർ ചേർന്ന് പാടി കർത്താവിനെ ആരാധിക്കണം. എൻ്റെ ജീവനേക്കാൾ അധികമായി യേശുവേ, ഞാൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ചേർന്ന് പാടാമോ എല്ലാവരും ചേർന്ന്? എൻ ജീവനേ എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഒരു വലിയ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച് ആ ബന്ധത്തിൽ നിന്നുകൊണ്ട് ആരാധിച്ചേ. താഴ്ത്തി ഇതുപോലെ നിന്നെ സ്നേഹിക്കുവാനായിട്ട് ഈ ലോകത്തിൽ മറ്റാരുമില്ല പ്രിയപ്പെട്ടവരെ. വേറെ ഒരു ദൈവവുമില്ല ഇതുപോലെ നിന്നെ സ്നേഹിക്കുവാനായി. തൻ്റെ ജീവനെ നിനക്കായി തരുവാൻ തക്ക വിധം നിന്നെ സ്നേഹിച്ച മറ്റാരും ഈ ലോകത്തിലില്ല. തുല്യം ചൊല്ലാൻ, നിനക്ക് പകരം വയ്ക്കാൻ വേറെ ആരുമില്ല. കർത്താവേ, യേശുവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു കർത്താവേ. നിന്നോടുള്ള ഒരു വലിയ ബന്ധം ഇന്ന് രാത്രി ആരംഭിക്കട്ടെ കർത്താവേ. ഒരിക്കലും പിരിയാത്തൊരു ബന്ധം ഇന്ന് ആരംഭിക്കുവാൻ നീ കൃപ ചെയ്യണമേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങേ പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ.
ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം അത് നിനക്ക് മാത്രമേ തരാൻ സാധിക്കുകയുള്ളൂ. ഈശോയിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മുടെ ഈ ലോകത്തിലെ ബന്ധങ്ങളെല്ലാം ഈ ലോകം കൊണ്ട് അവസാനിക്കുന്നതേ ഉള്ളൂ. ഈ ലോകത്തിലെ എത്ര വലിയ ബന്ധവുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടവക പള്ളിയിലെ സെമിത്തേരി കൊണ്ട് അവസാനിക്കുന്ന ബന്ധമേ നമുക്കുള്ളൂ. അതിനപ്പുറത്തേക്ക് നമ്മുടെ കൂടെ വരുവാനായിട്ട് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും സാധിക്കുകയില്ല. നിന്റെ ജീവിത പങ്കാളിക്കോ, നിന്റെ മക്കൾക്കോ, നിന്റെ മാതാപിതാക്കൾക്കോ, നിന്റെ കൂടപ്പറപ്പുകൾക്കോ, കൂട്ടുകാർക്കോ, ആർക്കും ഈ ലോകത്തിനപ്പുറത്തേക്ക് നിന്റെ കൂടെ വരുവാനായിട്ട് ആർക്കും സാധിക്കുകയില്ല. എന്നാൽ മരണത്തിനും അപ്പുറം നിത്യതയിലേക്ക് നിന്നെ കൂട്ടിക്കൊണ്ടു പോകുവാൻ കഴിവുള്ള ഒരേ ഒരുവൻ, അവനാണ് തിരുവോസ്യരൂപനായി നമ്മുടെ മധ്യയെ വന്നിരിക്കുന്നത്. അവന്റെ പേരാണ് യേശു. ആ ബന്ധമാണ് എന്നെയും നിങ്ങളെയും നിത്യതയോളം എത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഈശോയോട് നിങ്ങളൊന്ന് പറയാമോ? ഈശോയെ, ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക്, ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് നീ എന്നെ കൂട്ടിക്കൊണ്ടു വരണമേ. നിന്നെ മറക്കാൻ എനിക്ക് ഒരിക്കലും ഇടവരരുത്. ഓ, ചേർന്ന് പാടിക്കേ, ഒന്ന് ചേർന്ന് പാടിക്കേ. അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ചേർന്നൊരിക്കൽ കൂടെ. അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? അങ്ങേ മറക്കാൻ കഴിയുമോ? അങ്ങേ പിരിയാൻ കഴിയുമോ? ഓ എന്റെ ജീവനേ, എൻ ജീവനേ, കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ, കാണും നീ വലിയതാണെനിക്ക്. വൈകിടുമോ പ്രിയനേ വരാൻ? വൈകിടുമോ എന്നെ ചേർപ്പാൻ? 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 എൻ ജീവനേ, കാണും നീ വലിയതാണെനിക്ക്. എൻ ജീവനേ, കാണും നീ രണ്ട് കരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിച്ച്, യേശുവേ, നിന്നെ ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുവാനുള്ള ഒരു കൃപ നീ എന്റെ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിച്ച് സ്വരങ്ങളെ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. എല്ലാ ദൈവമക്കളും ഒന്ന് സ്തോത്രം ചെയ്താട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 ജീവനേക്കാൾ അധികമായി നിന്നെ സ്നേഹിപ്പാൻ തക്ക വിധമായ ഒരഭിഷേകം നീ എന്റെ മേൽ പകരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഓ, എന്റെ ജീവനേക്കാൾ അധികമായി നിന്നെ സ്നേഹിപ്പാൻ തക്ക വിധമായ ഒരു കൃപ ഇന്ന് രാത്രി നീ എന്റെ മേൽ പകരണമേ. ഗ്ലോറി,
ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശാന്തമായി നമുക്ക് ദൈവസന്നിധിയിൽ നമുക്കിരിക്കാം. അപ്പോസ്തലനായ പൗലോസ് റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാമത്തെ അധ്യായത്തില് 35-ാമത്തെ വാക്യത്തിൽ പ്രകാരം പറഞ്ഞു, ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും? ക്ലേശമോ, ദുരിതമോ, പീഡനമോ, നഗ്നതയോ, പട്ടിണിയോ, ആപത്തോ, വാളോ, മരണമോ, ഇവയ്ക്കൊന്നിനും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിനോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കുവാൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്ര പേർക്ക് പറയാൻ പറ്റും? ഇവയ്ക്കൊന്നിനും, ക്ലേശമോ, പീഡനമോ, പട്ടിണിയോ, നഗ്നതയോ, ആപത്തോ, വാളോ, മരണമോ, ഇവയ്ക്കൊന്നിനും എൻ്റെ യേശുവിനോടുള്ള എൻ്റെ സ്നേഹത്തിൻ്റെ ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കാൻ കഴിയുകയില്ല എന്ന് എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും? എത്ര പേർക്ക് ആ ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, യേശുവേ, ഏതെല്ലാം പ്രതികൂലം ജീവിതത്തിൽ വന്നാലും, ഏതെല്ലാം കഷ്ടനഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നാലും, അതൊന്നും നിന്നോടുള്ള ബന്ധത്തിൽ നിന്ന് എന്നെ വേർപിരിക്കരുത്. തൊട്ടടുത്ത വാക്യം പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാത്തിൻ്റെയും മേൽ നാം പൂർണ്ണ വിജയം വരിക്കുന്നു. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണ്. നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം, യേശു എന്ന വ്യക്തി മുഖാന്തരം ഇവയിലെല്ലാത്തിൻ്റെ മേലും ഏതെല്ലാം പ്രതിസന്ധികൾ ജീവിതത്തിൽ വന്നാലും അവയിലെല്ലാത്തിൻ്റെ മേൽ ഞാൻ വിജയം ആഘോഷിക്കും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നൊരുപാട് വിഷയങ്ങൾ, ഒരുപാട് വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ, ഒരുപാട് കണ്ണുനീരിൻ്റെ ഓർമ്മകൾ നമ്മുടെ തലയിൽ കയറിയിരിപ്പുണ്ടെങ്കിൽ ഇന്ന് രാത്രി അതിനെയെല്ലാം നമ്മുടെ കാൽ കീഴിലാക്കി തകർക്കണം. നിന്റെ ജീവിതത്തിൽ വന്ന തകർച്ചകള് അതൊന്നും വാസ്തവമായും ദൈവമല്ല നിനക്ക് തന്നത്. എന്നാൽ അതിൻ്റെ മേൽ ചവിട്ടി നിൽക്കുവാനുള്ള അഭിഷേകത്തിന്റെ ബലം ദൈവം നിനക്ക് തരും. ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കുവാനുള്ള അഭിഷേകത്തിന്റെ ശക്തി കൊണ്ട് കർത്താവ് നിങ്ങളെ നിറയ്ക്കാൻ പോവുക. ഇന്ന് നിന്റെ ശിരസിൽ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന സകല വിഷയങ്ങളും ഇന്ന് നിന്റെ കാൽ കീഴിലായി തീരാൻ പോവുക. നിങ്ങളുടെ കടബാധ്യതകൾ, മാറാരോഗങ്ങൾ, മനുഷ്യരാൽ തള്ളപ്പെട്ട അവസ്ഥകള്, എത്ര പരിശ്രമിച്ചിട്ടും മാറിപ്പോകാത്ത ദുശീലങ്ങള്, തഴക്കദോഷങ്ങള്, കുടുംബജീവിതത്തിലെ തകർച്ചകള്, സകലതും നിന്റെ കാൽ കീഴിലായി തീരാൻ പോകുക. റോമാലേഖനം 16-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെയാണ് വായിക്കുന്നത്: സമാധാനത്തിന്റെ ദൈവം പിശാചിനെ ഉടൻ തന്നെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും. പിശാച് നിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന സകല ഡിസോർഡറുകളും, സകല തകർച്ചകളും, അന്ധകാരത്തിന്റെ സകല പ്രവൃത്തികളും നിന്റെ കാൽ കീഴിലായി തീരാൻ പോകുക. ഇന്ന് നീ അത് തലയിൽ ചുമന്നുകൊണ്ടാണ് നടക്കുന്നതെങ്കിൽ, അനേക പ്രശ്നങ്ങൾ നിന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ, ഈ ആരാധനയുടെ മധ്യേ നീ ചുമന്നുകൊണ്ട് നടക്കുന്ന വിഷയങ്ങളെ നിന്റെ കാൽ കീഴിലാക്കി തകർത്ത് കളയാൻ പോകുക. നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുന്ന ദൈവ സാന്നിധ്യം
നിന്റെ പ്രശ്നങ്ങളെക്കാൾ വലിയവനായതുകൊണ്ട് ആ പ്രശ്നങ്ങളുടെ മേൽ ജയമെടുക്കുവാനുള്ള അഭിഷേകം നിന്റെ മേൽ കർത്താവ് പകരാൻ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നോട് ചേർന്ന് നിങ്ങൾ പ്രാർത്ഥിക്കാമോ? കർത്താവായ യേശുവേ, ജീവനുള്ള ദൈവമേ, ഈ രാത്രിയിൽ നിന്റെ തിരുനാമത്തിൽ നിന്റെ തിരുസാന്നിധ്യത്തെ ആരാധിക്കുവാനായി എന്നെ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ഞാൻ അങ്ങയെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഇപ്പോൾ എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, എന്നെ അസ്വസ്ഥതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളുടെ മേലും ജയമെടുക്കുവാൻ കർത്താവായ യേശുവേ, അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്യണമേ. അവിടുത്തെ തിരുസാന്നിധ്യം കൊണ്ട് എന്നെ നിറയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഏത് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും നീ എന്റെ കൂടെയുണ്ടെന്ന് എനിക്ക് ഉറപ്പ് തരണമേ. നിന്റെ സാന്നിധ്യത്തിന്റെ വെളിപാട് കൊണ്ട് എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമുക്ക് ദൈവസന്നിധിയിൽ നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. ഈ രാത്രി നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾ, ഒത്തിരി പേര് പറയാറുണ്ട്, ഒരു വലിയ ഭാരം ചുമന്നുകൊണ്ട് നടക്കുകയാണ്. എന്തിനാണ് നിങ്ങളിത് ചുമന്നുകൊണ്ട് നടക്കുന്നത്? ആ വിഷയത്തെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയാൻ സർവശക്തനായ ദൈവം തയ്യാറാ. ആ പ്രശ്നങ്ങളെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയാൻ പോവുകയാ. ഇന്ന് നിങ്ങളെ ഭാരപ്പെടുത്തുന്ന ഏത് പ്രശ്നവും, നിങ്ങളുടെ സാമ്പത്തിക കടബാധ്യതകൾ, മാറാരോഗങ്ങൾ, പോലീസ് കേസുകൾ, കുടുംബത്തിലെ സമാധാനമില്ലാത്ത അവസ്ഥകൾ, ജീവിത പങ്കാളിയുടെ വഴിവിട്ട ജീവിതം, മദ്യപാനം, ഇതെല്ലാം ഇന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം നിങ്ങളുടെ കാൽ കീഴിലാക്കി തീർക്കാൻ പോവുക. നിങ്ങളുടെ കാൽ കീഴിലാക്കി അതിനെ തകർത്ത് കളയാൻ പോവുക. അതിനി ഒരിക്കലും നിങ്ങളെ ഭരിക്കത്തില്ല. നിങ്ങളെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നവും ഇനി നിങ്ങളുടെ മേൽ ഭരണം നടത്തുകയില്ല. എന്താ കാരണമെന്നറിയാമോ? യേശുവിന്റെ കർത്തൃത്വം, യേശുവിന്റെ ഭരണം നിന്റെ മേൽ വന്നിരിക്കുക. നീ യേശുവേ എന്ന് ഹൃദയം തുറന്ന് വിളിച്ചപ്പോ, എന്റെ ഹൃദയത്തിലേക്ക് യേശുവേ നീ കടന്നു വരണമേ എന്ന് വിളിച്ചപ്പോൾ തന്നെ അവന്റെ സാന്നിധ്യം നിന്റെ അകത്ത് വന്നിരിക്കുന്നത് കൊണ്ട്, അവൻ സർവശക്തനായ ദൈവമായിരിക്കുന്നത് കൊണ്ട്, അവൻ അസാധ്യമായി ഒന്നുമില്ലാത്തത് കൊണ്ട്, അവൻ നിന്റെ കൂടെ ഇരിക്കുന്നത് കൊണ്ട് നിന്റെ സകല പ്രശ്നങ്ങളും നിന്റെ കാൽ ചുവട്ടില, നിന്റെ കാൽ ചുവട്ടില. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് സന്തോഷമുണ്ട്? എൻ്റെ സകല പ്രശ്നങ്ങളും എൻ്റെ കാൽ ചുവട്ടിലാണെന്ന് തിരിച്ചറിയുന്നവര്, എൻ്റെ കാൽ ചുവട്ടിലാണെന്ന് തിരിച്ചറിയുന്നവര്. ഹല്ലേലൂയ. രണ്ട് കരങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചിട്ട് നിങ്ങളൊന്ന് പറഞ്ഞേ, എൻ്റെ രോഗം എൻ്റെ കാൽ ചുവട്ടില, അതെൻ്റെ ശരീരത്തിലല്ല, എൻ്റെ കാൽ ചുവട്ടില. എൻ്റെ കടബാധ്യത എൻ്റെ കാൽ ചുവട്ടിലാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ ദുശീലങ്ങൾ എൻ്റെ കാൽ ചുവട്ടിലാണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ. എൻ്റെ സകല തകർച്ചകളും എൻ്റെ കാൽ ചുവട്ടിലാണെന്നൊന്ന് പറഞ്ഞേ. നിങ്ങൾ വായ തുറന്നൊന്ന് പറഞ്ഞേ. നിങ്ങളൊന്ന് വായ തുറന്നൊന്ന് പറഞ്ഞേ. യേശുവിൻ്റെ സാന്നിധ്യത്തിലാണ് നിങ്ങൾ നിൽക്കുന്നത്. യേശുവിൻ്റെ മുമ്പിലാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾ പറയുന്നത് പോലെ സംഭവിക്കാൻ പോകുക. കാരണം എന്താണെന്നറിയാമോ? അവൻ്റെ കർത്തൃത്വം നിങ്ങളുടെ മേലുണ്ട്, അവൻ്റെ സാന്നിധ്യം നിങ്ങളുടെ മേലുണ്ട്, അവൻ്റെ ശക്തി നിങ്ങളുടെ മേലുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുക. നിങ്ങൾ പറയുന്നത് സംഭവിക്കാൻ പോകുക. നിങ്ങളൊന്ന് പറഞ്ഞേ, സകല പ്രശ്നങ്ങളും, എന്നെ ഭാരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങളും എൻ്റെ കാൽ ചുവട്ടിലാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, ഞാൻ അതിൻ്റെ മേൽ ജയമെടുക്കുമെന്ന് പറഞ്ഞേ.
ഹല്ലേലൂയ. ആ പ്രശ്നം ഇനി എന്നെ ഭരിക്കത്തില്ല. എന്റെ രോഗം എന്നെ ഭരിക്കത്തില്ല. എന്റെ കടബാധ്യത എന്നെ ഭരിക്കത്തില്ല. എന്റെ പ്രശ്നങ്ങൾ എന്നെ തകർക്കത്തില്ല. മറിച്ച് ഞാൻ അതിനെ തകർക്കും. ഞാൻ അതിന്റെ മേൽ ജയമെടുക്കും. ഹല്ലേലൂയ. ഓ, വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് വിളിച്ചു പറഞ്ഞേ, വിശ്വസിക്കുന്നവരൊന്ന് ചേർന്ന് വിളിച്ചു പറഞ്ഞേ, എന്റെ സകല പ്രശ്നങ്ങളുടെ മേലും ഞാൻ ജയമെടുക്കും. ഒന്നും എന്നെ തകർക്കത്തില്ല, ഒന്നും എന്നെ നശിപ്പിക്കത്തില്ല. ഹല്ലേലൂയ. എന്റെ ദൈവം എന്റെ ജീവിതത്തെ ഉയർത്തുക തന്നെ ചെയ്യും. എന്റെ ദൈവം എന്റെ ജീവിതത്തെ ഉയർത്തുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുവിനോടുള്ള ബന്ധത്തിലേക്ക് ഒരു വ്യക്തി ചേർന്ന് നിൽക്കുമ്പോൾ നമ്മൾ ഒരു ലിഫ്റ്റിലേക്ക് കയറി നിൽക്കുന്നത് പോലെയാ. നമ്മളൊരു വലിയ കെട്ടിടത്തിൽ ചെല്ലുമ്പോൾ അതിൻ്റെ 10ാമത്തെ നിലയിലേക്ക് നമ്മൾ പോകണം. വേണമെങ്കിൽ നമുക്ക് സ്റ്റെപ്പുകൾ കയറി വളരെ വിഷമിച്ച്, വളരെ ഭാരപ്പെട്ട്, ഒരുപാട് സമയമെടുത്ത്, വളരെ ക്ഷീണിച്ച് നമുക്ക് ആ 10ാം നിലയുടെ മുകളിലേക്ക് ഒത്തിരി സമയമെടുത്ത് നമുക്ക് അവിടെ കയറി ചെല്ലാൻ പറ്റും. എന്നാൽ നിങ്ങളൊരു ലിഫ്റ്റിലേക്ക് കയറി നിന്നാൽ മതി. ആ ലിഫ്റ്റ് നിങ്ങൾ ഏത് നിലയിലേക്ക് പോകണോ, ഏത് നിലയിലേക്ക് നിങ്ങൾ പോകണോ, ആ ലിഫ്റ്റ് നിങ്ങളെ അവിടെ കൊണ്ട് ചെന്നാക്കിക്കൊള്ളും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ആ ലിഫ്റ്റിൽ ഒന്ന് കയറി നിന്നാ മതി. ആ ലിഫ്റ്റിൽ നിന്നുകൊണ്ട് ഒരഭ്യാസവും കാണിക്കണ്ട, അവിടെ ഒന്ന് കയറി നിന്നാ മതി. ആ ലിഫ്റ്റ് നിങ്ങളെ മുകളിലേക്ക് ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, കർത്താവേ ഇന്ന് രാത്രി അതുപോലൊരു ബന്ധത്തിലേക്കൊന്ന് കയറി നിൽക്കാൻ എനിക്ക് പറ്റണം. ഹല്ലേലൂയ. ആ ബന്ധത്തിലേക്കൊന്ന് ചേർന്ന് നിന്നാൽ മതി. യേശുവിനോടുള്ള ബന്ധത്തിലേക്കൊന്ന് ചേർന്ന് നിന്നാൽ മതി. നീ എവിടേക്ക് എത്തണോ, ഏത് നിലയിലേക്ക് നിന്റെ ജീവിതം ഉയരണോ, ഏത് നിലവാരത്തിലേക്ക് നിന്റെ ജീവിതം ഉയരണോ, അവിടേക്ക് ആ ബന്ധം നിന്നെ ഉയർത്തിക്കൊള്ളും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, വിശ്വസിക്കുന്നവർ ചേർന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ. നിന്റെ ജീവിതം എത്രമാത്രം ഉയരണോ. ഗ്ലോറി, ഗ്ലോറി, ഗ്ലോറി. ഹല്ലേലൂയ. ഓ, നിങ്ങളുടെ ജീവിതങ്ങളെ അവൻ ലിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. അവൻ നിങ്ങളുടെ ജീവിതത്തെ ഉയർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ജീവിതത്തെ ഒരു അഭിവൃദ്ധിയിലേക്ക് നയിക്കാൻ പോവുക. 2016 നിനക്കൊരു അഭിവൃദ്ധിയുടെ വർഷമാണ്. ഹല്ലേലൂയ. 2016 നിനക്ക് തകർച്ചയുടെ വർഷമല്ല. നിന്റെ ജീവിതത്തിലെ സകല തകർച്ചകളും അത് ക്യാൻസൽ ചെയ്യപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി കർത്താവിനെ സ്തോത്രം ചെയ്താട്ടെ. 2016 എനിക്കൊരു അനുഗ്രഹത്തിന്റെ വർഷമാണെന്ന് വിളിച്ചു പറഞ്ഞേ. ഹല്ലേലൂയ. 2016 എനിക്കൊരു അഭിവൃദ്ധിയുടെ വർഷമാണ്. ഹല്ലേലൂയ. വിളിച്ചു പറഞ്ഞേ. എന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടാൻ പോകുക. കഴിഞ്ഞ നാളുകളിൽ എനിക്ക് ലഭിക്കാതെ പോയ സകല നന്മകളും 2016 നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ പോകുക. ഹല്ലേലൂയ. ഓ, നന്ദിയോടെ കർത്താവിനെ സ്തുതിച്ചാട്ടെ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. ഹല്ലേലൂയ, ഗ്ലോറി. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ജീവിതം മാറാൻ പോവുക. നിങ്ങൾ പോലും അറിയത്തില്ല അത് മാറുന്നത്. കാരണം നിങ്ങൾ മാറ്റുന്നതല്ല, നിങ്ങൾ സ്വയം മാറുന്നതല്ല, മറിച്ച് നിങ്ങളുടെ അകത്തേക്ക് വന്നവൻ നിങ്ങളെ മാറ്റുന്നതാ. നിങ്ങളെ മാറ്റുന്നതാ. അത് അവന്റെ പ്രവൃത്തിയാണ്, അവന്റെ പ്രവൃത്തിയാണ്, അവന്റെ പ്രവൃത്തിയാണ്. നിങ്ങളുടെ അകത്തേക്ക് വന്നവൻ നിങ്ങളുടെ സകല അപമാനങ്ങളെയും അവൻ നീക്കിക്കളയും. കാനായിലെ കല്യാണ വീട്ടിൽ യേശു വന്നപ്പോ ആ പച്ച വെള്ളത്തെ അവൻ മുന്തിരി വീഞ്ഞാക്കി മാറ്റി. പരിചാരകൻ ചെന്ന് വീട്ടുടമസ്ഥനോട് പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്ന തരവും. എന്നാൽ നീ മുന്തിയ തരം വീഞ്ഞ് അവസാനം വരെയും സൂക്ഷിച്ചു വെച്ചുവല്ലോ.
അപ്പോൾ ആ വീട്ടുടമസ്ഥൻ അവനിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, അയ്യോ, ഇതെന്റെ കഴിവ് കൊണ്ട് സംഭവിച്ചതല്ല, ഇതെന്റെ മേന്മ കൊണ്ട് സംഭവിച്ചതല്ല, ഞാനായിട്ട് സൂക്ഷിച്ചു വെച്ചതുമല്ല, മറിച്ച് യേശു എന്ന് പേരുള്ള ഒരുവൻ ഈ വീട്ടിൽ വന്നതുകൊണ്ട്, അവൻ ഇവിടെ ഉണ്ടായിരുന്നത് കൊണ്ട്, അവനൊന്ന് തൊട്ടത് കൊണ്ട് ഇങ്ങനെയായി പോയതാ. ഞാൻ മാറിയതല്ല, എന്നെ മാറ്റിയതാ. യേശുവിൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളെ, ചില വർഷങ്ങൾ കഴിയുമ്പോൾ നിങ്ങൾ പറയും ഞാൻ മാറിയതല്ല, എൻ്റെ ഉള്ളിലേക്ക് വന്നവൻ എന്നെ മാറ്റിയതാ. ഇതൊന്നും എൻ്റെ കഴിവ് കൊണ്ട് നടന്നതല്ല, എൻ്റെ പുണ്യം കൊണ്ട് സംഭവിച്ചതുമല്ല. അവൻ ഒരുവൻ കാരണമാ. ഹല്ലേലൂയ. എത്ര പേർക്ക് നന്ദി പറയാൻ പറ്റും? കർത്താവേ, എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്ന് നീ എന്നെ മാറ്റുന്നതിനെ ഓർത്ത്, എൻ്റെ ജീവിതത്തെ അടിമുട്ടി നീ മാറ്റുന്നതിനെ ഓർത്ത് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇത് കേവലം ഒരാശയമല്ല, ഇതൊരു യാഥാർത്ഥ്യമാണ്. ഇതിവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക, ഇതിപ്പോൾ തന്നെ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ ആരാധനയിൽ ദൈവ സാന്നിധ്യത്തിന് മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കുന്ന, അവനെ ആത്മാവിൽ ആരാധിക്കുന്ന, അവനെ സ്തുതിക്കുന്ന സകല വ്യക്തികളുടെയും ജീവിതത്തിൽ ഇത് സംഭവിച്ചു കൊണ്ടിരിക്കുക. യേശു നിങ്ങളുടെ ജീവിതത്തെ പണിതുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ നിങ്ങളുടെ ജീവിതത്തെ പണിതുയർത്തിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. അവൻ ഒരു നാളും ഒരു കാരണവശാലും അവൻ ഇനി നിങ്ങളെ കൈവിട്ട് കളയത്തില്ല. കാരണം അവൻ പറഞ്ഞു, ഹെബ്രായ ലേഖനം 13:5, ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. ഒരു കാരണവശാലും ഞാൻ നിന്നെ അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യുകയില്ല. കർത്താവ് നിനക്ക് ഒരു വാഗ്ദത്തം തരികയാ. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഒരു നാളും കൈവിടാത്ത ദൈവം, ഞാൻ നിന്നെ കൈവിടത്തില്ലെന്ന് വാഗ്ദത്തം ചെയ്തവൻ. ഹല്ലേലൂയ. കരങ്ങളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച്, ഒരു നാളും കൈവിടാത്ത ദൈവം, അവൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വന്നിരിക്കുക. ആ സാന്നിധ്യം നിന്റെ ഉള്ളിൽ ചലിച്ചുകൊണ്ടിരിക്കുക. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? ഞാൻ നിന്നെ കൈവിടുമോ? ഒരു നാളും മറക്കുമോ? അവൻ കരുതുന്ന ദൈവമാണ്. പ്രവാചകന് കാക്കകളുടെ കയ്യിൽ അപ്പം കൊടുത്തുവിട്ട ദൈവം, തക്ക സമയത്ത് നിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി തരുവാൻ
അവൻ കഴിവുള്ളവനാണ്. ഒരാവശ്യത്തിനും നിനക്ക് മുട്ടുവരികയില്ല. അവിടുന്ന് നിന്റെ ഇടയനാണ് എങ്കിൽ, അവന്റെ കർത്തൃത്വം നിന്റെ മേലുണ്ട് എങ്കിൽ, ആ ബന്ധത്തിൽ നീ ചേർന്ന് നിൽക്കുന്നുവെങ്കിൽ നിന്റെ ഒരാവശ്യത്തിനും ഒരു നാളും മുട്ടുവരത്തില്ല. തക്ക സമയത്ത് അവൻ തന്റെ കരുതൽ കാണുവാൻ തക്ക വിധം നിന്നെ അനുഗ്രഹിക്കും. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാക്കയാൽ ആഹാരം നൽകിയവൻ, കാടപ്പക്ഷികളാൽ പോറ്റിയവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. കാണുന്നവൻ എല്ലാം അറിയുന്നവൻ, കൺമണി പോലെന്നെ കാക്കുന്നവൻ. ഈ രാത്രിയിൽ കർത്താവ് നിന്നോട് പറയുക, ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. അമ്മ മറന്നാലും മറക്കാത്തവൻ, അന്ത്യത്തോളം കൂടെയുള്ളവൻ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. ഞാൻ നിന്നെ കൈവിടുമോ, ഒരു നാളും മറക്കുമോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോസ്തലനായ പൗലോസ് നമ്മളോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ജീവിതത്തിൽ രണ്ട് സമയത്ത് മാത്രം കർത്താവിനോട് കൂടെ ഇരുന്നാൽ മതി. രണ്ട് സമയത്ത് മാത്രം. 1 തെസ്സലോനിക്ക 5-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ഉറക്കത്തിലും ഉണർവിലും നാം അവനോടൊത്ത് ആയിരിക്കേണ്ടതിനത്രേ. ഉറക്കത്തിലും ഉണർവിലും. ഒന്ന് വിളിച്ചു പറയാമോ? ഉറക്കത്തിലും ഉണർവിലും. ഉറക്കത്തിലും ഉണർവിലും. ഉറക്കത്തിലും ഉണർവിലും. യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ, അപ്പോസ്തലൻ നമ്മളോട് പറയാ, ബാക്കി സമയങ്ങളിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ആരുടെ കൂടെ വേണമെങ്കിലും നിങ്ങൾ ജീവിച്ചോ. എന്നാൽ ഉറക്കത്തിലും ഉണർവിലും രണ്ട് സമയം. എത്ര പേര് പറയും, കർത്താവേ, ഉറക്കത്തിലും ഉണർവിലും യേശുവേ ദിനവും നിന്റെ കൂടെ, ദിനവും യേശുവിൻ്റെ കൂടെ. ഇന്ന് രാത്രി ഈ ആരാധന കഴിഞ്ഞ് നിങ്ങൾ മടങ്ങിപ്പോകുമ്പോ നിങ്ങൾ പറയണം, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ, ദിനവും യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. നിങ്ങളുടെ ഇടതുകരം നെഞ്ചിൽ വെച്ച് വലതുകരം ഈശോയുടെ നേരെ നീട്ടിപ്പിടിച്ച്, യേശുവിൻ്റെ കൂടെ, ദിനവും യേശുവിൻ്റെ ചാരേ. പിരിയാൻ കഴിയില്ല എനിക്ക്, കഴിയില്ല എനിക്ക്. പ്രിയനേ, എൻ
എന്നേശുനാഥാ. പിരിയാൻ കഴിയില്ല എനിക്ക്, കഴിയില്ലെനിക്ക് പ്രിയനേ പ്രിയനേ യേശുനാഥാ. എന്നേശുനാഥാ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ കൂടെ, ദിനവും ദിനവും യേശുവിന്റെ ചാരേ, യേശുവിന്റെ ചാരേ. ചേർന്ന് പാടി ആരാധിച്ച്. ദിനവും ദിനവും യേശുവിന്റെ കൂടെ, യേശുവിന്റെ കൂടെ, ദിനവും ദിനവും യേശുവിന്റെ ചാരേ. യേശുവിന്റെ ചാരേ. ഒന്ന് കരങ്ങളടിച്ച് സന്തോഷത്തോടെ. ദിനവും കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. ഓ ചേർന്ന് താളത്തിൽ. കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. ഓ ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ചേർന്ന് പാടി ആരാധിച്ച്. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. കരങ്ങളെ അടിച്ച് സന്തോഷത്തോടെ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. സന്തോഷത്തോടെ. സ്നേഹിക്കുന്നേ 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 യേശുവേ. സ്നേഹിക്കുന്നേ 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 യേശുവേ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. എല്ലാവരും ചേർന്ന് പാടി ആരാധിച്ച്. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. ദിനവും നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പാടിക്കേ. കൂടെ, ദിനവും യേശുവിന്റെ ചാരേ. പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. 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 ഓ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നേശുനാഥാ. പിരിയാൻ രണ്ട് കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിച്ച്. കഴിയില്ലെനിക്ക് യേശുവേ പ്രിയനേ എന്നേശുനാഥാ. ദിനവും യേശുവിന്റെ കൂടെ, ദിനവും
യേശുവിന്റെ ചാരേ ദിനവും യേശുവിന്റെ കൂടെ ദിനവും യേശുവിന്റെ ചാരേ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥാ പിരിയാൻ കഴിയില്ലെനിക്ക് പ്രിയനേ എന്നെ യേശുനാഥാ ചേർന്നൊന്ന് പറയാമോ? ഇന്നു മുതൽ മരണം വരെ, ഇന്നു മുതൽ മരണം വരെ, നിത്യതയോളം നിത്യതയോളം, സുഖത്തിലും ദുഃഖത്തിലും, സുഖത്തിലും ദുഃഖത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, സമ്പത്തിലും ദാരിദ്ര്യത്തിലും, ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ, യേശുവിനോട് കൂടെ. യേശുവിനോട് കൂടെ. കരങ്ങളടിച്ച് നമുക്ക് കർത്താവിന് നന്ദി പറയാം. ഹല്ലേലൂയ. ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധം എൻ്റെ യേശുവിൻ്റെ കൂടെ എനിക്ക് നടന്ന് തീർക്കണമെന്ന് ദാഹമുള്ളവരും ആഗ്രഹമുള്ളവരും ആ സാന്നിധ്യത്തിൻ്റെ മുമ്പിലെ മുട്ടുകളെ മടക്കിയാട്ടെ. നമുക്കവൻ്റെ ആശീർവാദത്തെ നമുക്ക് ഏറ്റുവാങ്ങാം. എല്ലാ ദൈവമക്കളും മുട്ടുകളെ മടക്കി അവൻ്റെ കരങ്ങളിലേക്ക് നമ്മുടെ മുഴു ജീവിതത്തെയും ഏൽപ്പിച്ചു കൊടുത്ത് ഒരിക്കലും പിരിയാത്ത ഒരു ബന്ധത്തിലേക്ക് യേശുവേ നിന്നോട് ചേർന്ന് നടക്കുവാൻ ഉറക്കത്തിലും ഉണർവിലും നിന്നോട് ചേർന്നിരിപ്പാനുള്ള വരം, സകല കാലത്തിലും നിന്നോട് ചേർന്നിരിപ്പാനുള്ള വരം യേശുവേ കർത്താവേ നീ എനിക്ക് തരണമേ. ദാഹത്തോടെ പ്രാർത്ഥിക്കും മക്കളെ. അവൻ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിങ്ങളെ നിറച്ച് അഭിഷേകം ചെയ്യുക. ഇനി മുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല, ഇനി മുതൽ നിങ്ങൾ ഒറ്റയ്ക്കല്ല. യേശു നിങ്ങളുടെ കൂടെയുണ്ട്, യേശു നിങ്ങളുടെ കൂടെയുണ്ട്. ഓരോ ദൈവമക്കളും ഹൃദയത്തിൽ പറഞ്ഞാട്ടെ, യേശു എൻ്റെ ഉള്ളിലുണ്ട്, അവൻ്റെ സാന്നിധ്യം എൻ്റെ കൂടെയുണ്ട്, ഞാൻ തനിച്ചല്ല. സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ മാനവരെ മോദമോടെ നാഥനെ വാഴ്ത്തി പാടിടുവിൻ ദൈവത്തിൻ പരിപാവനമാ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സന്നിധി ചേർന്നു വണങ്ങിടുവിൻ സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകുമൊരപ്പം നീ മർത്യനു മുക്തി പകർന്നരുളും നിത്യമഹോന്നതമപ്പം നീ നിത്യമഹോന്നതമപ്പം നീ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ
മോചനമേകി. സകലേശാ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതനേ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. ആരാധന 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 പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ സേനകൾ നാം ജയം നമുക്കുണ്ടല്ലോ. യേശുവിൻ പ്രിയ മക്കൾ നാമല്ലോ ജയം നമുക്കുണ്ടല്ലോ. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. നിന്നെ തൊടുന്നവരോ നിന്നെയല്ല, ദൈവത്തിൻ കൺമണിയെ തന്നെ തൊടുന്നു. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കായി, മുഖമൂലെ ചെയ്തറുന്നു വൈരികളും. സർവശക്തൻ എഴുന്നേൽക്കുന്നു നിനക്കായി, മുഖമൂലെ ചെയ്തറുന്നു വൈരി.